ഗൈസ്, ഇത് നമ്മൾ രാത്രിയിൽ ഫിഷിങ്ങിന് ചെല്ലുമ്പോൾ പാളത്തിൽ കണ്ട കാഴ്ചയാണ്. 12 മണിക്ക് ശേഷവും പാളത്തിൽ ഇങ്ങനെ ചൂണ്ടക്കാരെ കണ്ടാൽ ഇന്നിവിടെ മീനിന്റെ കൊയ്ത്തായിരിക്കും കേട്ടോ. എന്തായാലും പാലവും കടന്ന് ബൈക്കും പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ പാറ വലിഞ്ഞ് മേളിലോട്ട് കയറുവാണ്. കാരണം നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് കടലിലെ ആഴങ്ങളിലുള്ള ഒരു വേട്ടയാണ്. കടലിന്റെ അവസ്ഥയാണെങ്കിൽ നല്ല രീതിക്ക് കോളിളകി കിടക്കുന്നതായി കാണാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രാവോയുടെ എൻഡ് ഗെയിം എന്ന പേരുള്ള ഈ ഒരു ലൂറാണ്. ഈ ഒരു ലൂറിന്റെ നാക്കിന്റെ നീളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെള്ളത്തിലേക്ക് ഇട്ട ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒരു ഒറ്റ പോക്കാണ്. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ അമൽ ബ്രോ ചെമ്പല്ലിക്കും ഹമൂറിനും ഒക്കെ പേര് കേട്ട സ്ക്വിഡ് ലൂർ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാസ്റ്റ് ചെയ്തിട്ട ശേഷം ദൈവങ്ങളെ വിളിച്ചാണ് നമ്മുടെ എൻഡ് ഗെയിം തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം കടലിന്റെ വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് കുരുക്കുള്ള വലതുമുണ്ടെങ്കിൽ അതിൽ കയറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒടുവിൽ ഇരുന്നിരുന്ന് നമ്മുടെ എൻഡ് ഗെയിമിൽ ഒരു തമാർ പടാർ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. എടുത്തിരിക്കുന്നതാണെങ്കിൽ നല്ല സൈസ് ഉള്ള ഒരു ചെമ്പല്ലിയാണ്. ലൂറിന്റെ ഹുക്ക് മാറ്റിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലിട്ട് ബലപ്രയോഗം നടത്താതെ ഡ്രാഗിട്ട് അവനെ ഓടിച്ചു തളർത്തി ഒടുവിൽ വലിച്ച് പൊക്കി എടുത്ത് കരയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അത്യാവശ്യം സൈസുള്ള നല്ലൊരു ചെമ്പല്ലിക്കുട്ടനെയാണ് നമുക്ക് അടിച്ചു കിട്ടിയിരിക്കുന്നത്. വെള്ളത്തിന്റെ ചില കണ്ടീഷനുകളിൽ മീൻ നല്ല ആഴങ്ങളിൽ മാത്രമായിരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നത്. ഈ ഒരു വേളയിൽ മിഡോ ടോപ്പോ ലൂറുകൾ ഉപയോഗിച്ചാൽ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കാണില്ല. നമ്മുടെ കയ്യിലുള്ള ഈ ബോട്ടം ഡ്വെല്ലിംഗ് ലൂർ മീൻ നിന്നിരുന്ന ഇത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നത് കൊണ്ടാവാം നമുക്ക് ഈ സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് പവർഫുൾ ഹുക്കുകൾ കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഈ ലൂറിനെ ഒരു അണ്ടർ വാട്ടർ കില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കാം കേട്ടോ.